എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതി വിഭവങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന നമ്മുടെ മൊഡ്യൂളിലെ അടുത്ത ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ തന്നെ 12ാമത്തെ ചാപ്റ്ററായ ഭൂമിയിലെ ജലം എന്നുള്ള ചാപ്റ്റർ. നിലവിലിപ്പോൾ നമ്മൾ 4 വീഡിയോസ് ഈ മൊഡ്യൂളിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം വേറെ ഒരു ചാപ്റ്ററും കൂടിയാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. മൊത്തം 6 വീഡിയോസാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് വരുന്നത്. എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. 8ാം ക്ലാസ്സിലെ 12ാം അധ്യായമായ ഭൂമിയിലെ ജലം. ഇവിടെ ആദ്യം തന്നെ നമുക്ക് മാർച്ച് 22 ലോക ജലദിനം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോക ജലദിനം എന്നാണ് മാർച്ച് 22 മാർച്ച് 22 ലോക ജലദിനം. നാളെയും ഇതൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുമോ എന്നുള്ള ഒരു പോസ്റ്ററാണ്. പിന്നീട് അവിടെ ഒന്നും കൂടുതൽ വായിക്കാനുള്ള ജലത്തിൻ്റെ പ്രാധാന്യമൊക്കെ നൽകിയിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. നോട്ട് ചെയ്യേണ്ട ഒരേ ഒരു പോയിൻ്റ് ഉള്ളത് മാർച്ച് 22 ലോക ജലദിനം. ഇനി ജീവജലം. സൗരയൂഥത്തിലെ ജീവഗ്രഹമാണ് ഭൂമി. ജീവൻ ആദ്യമുണ്ടായത് ജലത്തിലാണ് എന്ന് കരുതപ്പെടുന്നു. സൗരയൂഥത്തിലെ ജീവഗ്രഹമാണ് ഭൂമി. ജീവൻ്റെ ഉൽപ്പത്തി എവിടെയാണ്? ജലത്തിലാണ്. ജീവൻ ആദ്യമായി ഉണ്ടായത് എവിടെയാണ്? ജലത്തിലാണ്. അപ്പോൾ ജീവൻ്റെ ഉൽപ്പത്തി എവിടെയാണെന്ന് ചോദിച്ചാൽ ജലത്തിലാണ്. ജീവൻ ആദ്യമായി ഉണ്ടായതെന്ന് ചോദിച്ചാലും ജലത്തിലാണ്. സൗരയൂഥത്തിലെ ജീവഗ്രഹം ഏതാണ്? ഭൂമിയാണ്. ജലം ഏതെല്ലാം അവസ്ഥകളിൽ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ്. ഭൂമിക്ക് ജലഗ്രഹം എന്ന പേരുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഭൂമിക്ക് ജലഗ്രഹം എന്ന പേര് വരാനുള്ള കാരണം എന്താണ്? ഭൂമിയുടെ വിസ്തൃതിയുടെ 3/4 പങ്കും ജലമായതിനാലാണ് ഭൂമിയെ ജലഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭൂമിയുടെ വിസ്തൃതിയുടെ 3/4 പങ്കും ജലമായതിനാലാണ് ഭൂമിയെ ജലഗ്രഹം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉപരിതലത്തിൻ്റെ ഏതാണ്ട് 71% ജലമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏതാണ്ട് 71% ജലമാണ്. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയെ ഒരു നീല ഗോളമായിട്ടാണ് കാണുക. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയെ ഒരു നീല ഗോളമായിട്ടാണ് കാണുക. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏതാണ്ട് 71% ജലമാണ്. അതുകൊണ്ടാണ് ഭൂമിയെ ഒരു ജലഗ്രഹം എന്ന് വിളിക്കുന്നത്. പിന്നെ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ കളർ എന്താണ്? നീല കളറാണ്. അത് ഈ ജലം ഉള്ളത് കൊണ്ടാണ്. ഇവിടെ നമുക്ക് മാപ്പിൽ അത് കാണിച്ചു തന്നിട്ടുണ്ട്. ഏകദേശം ബഹിരാകാശത്ത് നോക്കുമ്പോൾ ഭൂമിയെ ഈ ഒരു കളറിലായിട്ടാണ് കാണുക. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ 71% ജലമായതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇവിടെ കോളത്തിൽ തന്ന കാര്യം നോക്കാം. ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയുന്നത് മൂലമാണ് മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ജലം തണുത്തുറയുമ്പോൾ ജലത്തിൻ്റെ സാന്ദ്രത കുറയും. അതുകൊണ്ടാണ് മഞ്ഞുകട്ടകൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഈ സവിശേഷത കൊണ്ടാണ് മഞ്ഞു മൂടിയ ജലാശയങ്ങളിൽ മഞ്ഞുപാളികൾക്കിടയിൽ ജലം കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സവിശേഷത കൊണ്ടാണ് മഞ്ഞു മൂടിയ ജലാശയങ്ങളിൽ മഞ്ഞുപാളികൾക്ക് അടിയിൽ ജലം കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ മഞ്ഞുകട്ട ഇങ്ങനെ പൊങ്ങിക്കടന്നിട്ടില്ലായിരുന്നെങ്കിൽ മൊത്തം ശൈത്യ മേഖലകളിൽ ജലാശയങ്ങൾ മൊത്തം തണുത്തുറഞ്ഞ് ജലാശയങ്ങളിലെ ജീവികളൊക്കെ നശിച്ചു പോകുമായിരുന്നു, ചത്തൊടുങ്ങുമായിരുന്നു. ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയുന്നത് കൊണ്ടാണ് മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങി കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഭാസം ഉള്ളത് കൊണ്ടാണ് ജലജീവികളൊക്കെ ചാവാതെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് മഞ്ഞുപാളികൾക്കടിയിൽ ജലം നിലനിൽക്കുന്നത്. ഇനി ഇവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ നോക്കിയ കാര്യങ്ങൾ തന്നെയാണ്. ശുദ്ധജലം നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ശുദ്ധജലം, അപ്രാപ്യമായ ജലം, ലവണജലം. നമുക്കറിയാം ഭൂമിയിൽ ശുദ്ധജലം എത്രയേ ഉള്ളൂ? 0.33% മാത്രമേ നമുക്ക് ശുദ്ധജലം ഭൂമിയിൽ ലഭിക്കുന്നുള്ളൂ. അപ്രാപ്യമായ ശുദ്ധജലം 2.67% ഉണ്ട്. ബാക്കി 97% എന്താണ്? ലവണജലമാണ്, ഉപ്പടങ്ങിയ കടൽ വെള്ളമാണ്. ഭൂമിയുടെ 97% എന്താണ്?
ഉപ്പടങ്ങിയ കടൽ ജലമാണ്, ലവണജലമാണ്. അപ്രാപ്യമായ ശുദ്ധജലം 2.67%, ശുദ്ധജലം 0.33% ആണ്. ഇനി എന്താണ് അപ്രാപ്യമായ ശുദ്ധജലം എന്ന് പറഞ്ഞാൽ? അപ്രാപ്യമായ ശുദ്ധജലം എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്രുവപ്രദേശങ്ങളിലും ഉയർന്ന പർവ്വതങ്ങളിലും ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞും ചില പ്രദേശങ്ങളിലെ ഭൂഗർഭജലവും നമുക്ക് അപ്രാപ്യമായ ശുദ്ധജലമാണ്. അപ്രാപ്യമായ ശുദ്ധജലം എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്രുവപ്രദേശങ്ങളിലും ഉയർന്ന പർവ്വതങ്ങളിലും ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞും അതുപോലെ ചില പ്രദേശങ്ങളിലെ ഭൂഗർഭജലത്തെയാണ് നമുക്ക് അപ്രാപ്യമായ ശുദ്ധജലം എന്ന് പറയുന്നത്. ഭൂമിയിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ഭൂമിയിൽ ലവണജലമാണോ ശുദ്ധജലമാണോ കൂടുതൽ? തീർച്ചയായിട്ടും ലവണജലം അല്ലേ. 97% ലവണജലമാണ്, ഉപ്പടങ്ങിയ ജലം. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ എത്ര ശതമാനമാണ് ലവണജലം? 97%. മനുഷ്യന് ലഭ്യമായ ശുദ്ധജലം എത്ര ശതമാനമുണ്ട്? 0.33%. ബാക്കി 2.67% എന്താണ്? അപ്രാപ്യമായ ശുദ്ധജലമാണ്. ഇനി ജലപരിവൃത്തി അഥവാ വാട്ടർ സൈക്കിൾ. നമ്മളെ ജലത്തിൻ്റെ ആ ചക്രം കൊടുത്തിട്ടുണ്ട്. സമുദ്രജലം അതേപോലെ തടാകത്തിൽ നിന്നുള്ളൊക്കെ ജലങ്ങൾ എങ്ങനെയാണ്? മഞ്ഞുപാളികൾ സൂര്യനിൽ നിന്ന് ഉരുകിയിട്ടോ അല്ലെങ്കിൽ മഴയോ മൂലമാണ് ഈ തടാകങ്ങളിലും സമുദ്രങ്ങളിലൊക്കെ ജലം ഉണ്ടാകുന്നത്. അങ്ങനെ തന്നെയാണ് ഭൂഗർഭജലവും നദികളിലുള്ള ജലവും ഉണ്ടാകുന്നത്. ഈ ജലങ്ങൾ എന്താവും? ബാഷ്പീകരണം വഴി അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. അതേപോലെ സസ്യങ്ങളുടെ സ്വേദനം വഴിയും അന്തരീക്ഷത്തിലെത്തുന്നു. അവിടെ എന്താണ്? അവിടെ ഘനീകരിച്ച് കാർമേഘങ്ങളായി വീണ്ടും അത് മഴയായിട്ട് പെയ്യുന്നു. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ജലപരിവൃത്തി അഥവാ വാട്ടർ സൈക്കിൾ. എങ്ങനെയാണ്? മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും? മഴ പെയ്യുമ്പോഴും അതേപോലെ മഞ്ഞുപാളി ഉരുകിയിട്ടും ജലം തടാകങ്ങളിലും സമുദ്രങ്ങളിലും നദികളിലൊക്കെ നിറയും. അതുപോലെ കുറച്ച് ജലം ഭൂഗർഭജലമായിട്ടും നിറയും. ഈ ജലം എന്ത് ചെയ്യും? സസ്യസേചനം വഴിയോ അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോഴുള്ള ബാഷ്പീകരണം വഴിയോ ഘനീകരിച്ചുകൊണ്ട് മേഘങ്ങളായി മാറും. ആ മേഘങ്ങൾ വീണ്ടും മഴയായിട്ട് പെയ്യും. ഇതാണ് ജലത്തിൻ്റെ ചക്രം. ഇനി നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ജലാശയങ്ങളിലെ ജലത്തിൽ സൂര്യതാപം ഏൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബാഷ്പീകരണം നടന്ന് നീരാവിയായിട്ട് ജലം പോകും. നദികളിലേക്കും തടാകങ്ങളിലേക്കും ജലം എത്തുന്നത് എങ്ങനെയാണ്? മഴകളിലൂടെയും അതേപോലെ മഞ്ഞ് ഉരുകിയിട്ടുമാണ്. ആ ജലത്തിന് തുടർന്ന് എന്ത് സംഭവിക്കുന്നു? ആ ജലം ബാഷ്പീകരണം വഴി മുകളിലേക്ക് പോകും, അല്ലെങ്കിൽ സസ്യസേചനം വഴിയും പോയിട്ട് ഘനീകരിച്ച് മേഘങ്ങളായിട്ട് പിന്നീട് അത് മഴയായിട്ട് പെയ്യും. ജലസ്രോതസ്സുകളെ ഉപരിതല ജലസ്രോതസ്സുകൾ, ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. ജലസ്രോതസ്സുകളെ എത്ര ആയി തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ്? ഭൂഗർഭ ജലസ്രോതസ്സുകളും അതുപോലെ ഉപരിതല ജലസ്രോതസ്സുകളും. ജലസ്രോതസ്സുകളെ ഉപരിതല ജലസ്രോതസ്സുകൾ, ഭൂഗർഭ ജലസ്രോതസ്സുകൾ എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ എന്നിവയൊക്കെയാണ് ഉപരിതല ജലസ്രോതസ്സുകൾ. ഉപരിതല ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ എന്നിവയൊക്കെ ഉപരിതല ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്തായിരിക്കും ഇവയിലെ ജലനിരപ്പ്. ഉപരിതല ജലസ്രോതസ്സുകളുടെ ജലനിരപ്പ് ഭൂമിയോട് വളരെ അടുത്തായിരിക്കും. ഇനി കിണർ, കുളം, കുഴൽ കിണർ തുടങ്ങിയവ എന്താണ്? ഭൂഗർഭ ജല സ്രോതസ്സുകളാണ്. ഭൂഗർഭ ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? കിണർ, കുളം, അതുപോലെ കുഴൽ കിണർ. ഉപരിതല ജലസ്രോതസ്സും ഭൂഗർഭ ജലസ്രോതസ്സും. ഉപരിതല ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണം സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, കായലുകൾ. ഭൂഗർഭ ജല സ്രോതസ്സുകൾക്ക് ഉദാഹരണം ഏതാണ്? കിണർ, കുളം, കുഴൽ കിണർ. മണ്ണിനടിയിലെ ജലം. മഴയാണ് മണ്ണിലേക്ക് വെള്ളം എത്തിക്കുന്നത്. മഴത്തുള്ളികൾ മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങളിലേക്ക് കിനിഞ്ഞിറങ്ങുകയും അവിടെ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ മണ്ണിലെ ജലത്തിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. മഴയാണ് നമുക്ക് മണ്ണിലേക്ക് വെള്ളം എത്തിക്കുന്നത്.
ഈ മഴത്തുള്ളികൾ എന്ത് ചെയ്യും? മണ്ണിലെ സൂക്ഷ്മമായ സുഷിരങ്ങളിലേക്ക് കിനിഞ്ഞിറങ്ങുകയും അവിടെ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. മണ്ണിൽ നിരവധി സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. മണ്ണിൽ നിരവധി സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. പോർ സ്പേസസ്, സൂക്ഷ്മ സുഷിരങ്ങൾ അഥവാ പോർ സ്പേസസ്. സുഷിരങ്ങളുള്ള അവസ്ഥയാണ് സുഷിരിതാവസ്ഥ. സുഷിരങ്ങളുള്ള അവസ്ഥയെ എന്താണ് പറയുന്നത്? സുഷിരിതാവസ്ഥ. പൊറോസിറ്റി അഥവാ സുഷിരതാവസ്ഥ എന്ന് പറയുന്നത് സുഷിരങ്ങളുള്ള ഈ മണ്ണിൻ്റെ ഈ അവസ്ഥയാണ്. കളിമണ്ണ് സുഷിരതാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണമാണ്. അപ്പോൾ സുഷിരതാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണമാണ് നമ്മുടെ കളിമണ്ണ്. സാധാരണ ഈ സുഷിരങ്ങളിൽ വായു നിറഞ്ഞിരിക്കും. മഴയിലൂടെ മറ്റോ ഈർപ്പം എത്തുന്നതോടെ ഈ സുഷിരങ്ങളിൽ ജലം നിറയും. സാധാരണ ഇങ്ങനെയുള്ള സുഷിരങ്ങളിൽ എന്താണ്, വായു ആയിരിക്കും നിറഞ്ഞിരിക്കുക. എന്നാൽ മഴയിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ഈർപ്പത്തിലൂടെയോ ഈ സുഷിരങ്ങളിൽ ജലം നിറയും. മണ്ണിൽ മാത്രമല്ല ചിലയിനം ശിലകളിലും സുഷിരിതാവസ്ഥ കൂടുതലായിരിക്കും. അപ്പോൾ മണ്ണിൽ മാത്രമല്ല ചില ഇനം ശിലകളിലും, അതായത് പാറകളിലും ഈ സുഷിരിതാവസ്ഥ കൂടുതലായിരിക്കും. അത്തരം ശിലകളിൽ ഏറെ ജലം സംഭരിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ സുഷിരിതാവസ്ഥയുള്ള ശിലകളിൽ കൂടുതൽ ജലം സംഭരിക്കപ്പെടും. എന്നാൽ സുഷിരങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന തരം ശിലകളുള്ള ഇടങ്ങളിൽ മാത്രമാണ് ജലലഭ്യത ഉണ്ടായിരിക്കുക. ഇതിങ്ങനെ സംഭരിക്കപ്പെട്ടാലും സുഷിരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന തരം ശിലയുള്ള ഇടങ്ങളിൽ മാത്രമാണ് നമുക്ക് ജലലഭ്യത ഉണ്ടായിരിക്കുക. സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്നത് കൊണ്ടാണ്. അപ്പോൾ സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയും. ശിലകളുടെ ഈ ഗുണവിശേഷത്തെയാണ് പ്രവേശനീയത എന്ന് പറയുന്നത്. പെർമിബിലിറ്റി എന്ന് പറയുന്നത് ശിലകളുടെ ഗുണവിശേഷമാണ്. എന്ത്? ജലത്തിന് സുഷിരങ്ങളിലൂടെ നീങ്ങാൻ കഴിയുന്നത് കൊണ്ടാണ് കഴിവിനെയാണ്, അല്ലെങ്കിൽ ആ കഴിവുള്ള ശിലകളുടെ ഈ ഗുണവിശേഷത്തെയാണ് എന്ത് വിളിക്കുന്നത്? പ്രവേശനീയത അഥവാ പെർമിയാബിലിറ്റി എന്ന് പറയുന്നത്. എല്ലാ സുഷിരിത പദാർത്ഥങ്ങളിലും പ്രവേശനീയത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാ സുഷിരിത പദാർത്ഥങ്ങളിലും പ്രവേശനീയത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ കളിമണ്ണിന് സുഷിരിതാവസ്ഥ ഏറെ ഉണ്ടെങ്കിലും പ്രവേശനീയത തീരെ കുറവാണ്. കളിമണ്ണിന് സുഷിരിതാവസ്ഥയുണ്ടെങ്കിലും പ്രവേശനീയത തീരെ കുറവാണ്. അത് ജലത്തെ ഉള്ളിലേക്ക് കടത്തിവിടില്ല എന്നർത്ഥം. മറ്റിടങ്ങളെ അപേക്ഷിച്ച് നെൽപ്പാടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ കാരണം ഇതാണ്, ഈ പ്രവേശനീയത ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നെൽപ്പാടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ കാരണം എന്താണ്? സുഷിരിതാവസ്ഥ ഉണ്ടെങ്കിലും അതിൽ പ്രവേശനീയത ഇല്ലാത്തത് കൊണ്ടാണ്. ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മഴവെള്ളം മഴയില്ലാത്ത കാലങ്ങളിലേക്ക് സംഭരിച്ചു വെക്കാനുള്ള സംവിധാനം പ്രകൃതി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴവെള്ളം മണ്ണിലേക്ക് ഊർന്നിറങ്ങാനുള്ള അവസരം നാം തടസ്സപ്പെടുത്തിയാൽ വേനൽക്കാലത്ത് ജല ദൗർബല്യമായിരിക്കും. കിണറു നിർമ്മാണത്തിനും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ കുഴിയെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആഴം കൂടുന്തോറും പൊതുവേ മണ്ണിൻ്റെ നനവ് വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കിണറൊക്കെ കുഴിക്കുമ്പോൾ ആഴം കൂടുന്നതിനനുസരിച്ച് മണ്ണിൻ്റെ നനവ് വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാം. വീണ്ടും ആഴം കൂട്ടിയാലോ ശിലകളിലെ സുഷിരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ജലം കിനിഞ്ഞിറങ്ങി കുഴിയിൽ നിറയുന്നു. അപ്പോൾ ഈ നനഞ്ഞ മണ്ണ് കണ്ടിട്ട് വീണ്ടും ആഴം കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ശിലകളിലെ സുഷിരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ജലം കിനിഞ്ഞിറങ്ങി കുഴിയിൽ നിറയുന്നു. എല്ലാ സുഷിരങ്ങളും ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാഗമായതിനാലാണ് ഈ ജലസമൃദ്ധി ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഈ ഭാഗത്തിൻ്റെ മുകൾ പരപ്പാണ് ജലപീഠം. അപ്പോൾ എല്ലാ സുഷിരങ്ങളും ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിൻ്റെ ഭാഗമായതിനാൽ കൊണ്ടാണ് ഇങ്ങനെ ഈ ജലം കിനിഞ്ഞിറങ്ങുന്നത്. ഭൂമിക്കടിയിലെ ഈ ജലസമൃദ്ധമായ ഈ ഭാഗത്തിൻ്റെ മുകൾ പരപ്പിനെ പറയുന്ന പേരാണ് ജലപീഠം അഥവാ വാട്ടർ ടേബിൾ. ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലത്തെ എന്താ പറയുന്നത്? അണ്ടർഗ്രൗണ്ട് വാട്ടർ അഥവാ ഭൂഗർഭ ജലം. ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലത്തെ എന്താണ് പറയുന്നത്? ഭൂഗർഭജലം അഥവാ അണ്ടർഗ്രൗണ്ട് വാട്ടർ. ജലപീഠം എന്താണ്? ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പിനെയാണ് ജലപീഠം എന്ന് പറയുന്നത്. അപ്പോൾ ജലപീഠവും അണ്ടർഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലവും നോട്ട് ചെയ്ത് വെക്കുക.
ഇനി നമ്മളിവിടെ വിട്ടുപോയ ഒരു കോളത്തിൽ വരുന്ന ഒരു കാര്യമുണ്ട്. പലയിടങ്ങളിലും ചൂടുള്ള ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഒഴുകാറുണ്ട്. ഇത്തരം നീരൊഴുക്കുകളെയാണ് ചുടുനീരുറവകൾ. അപ്പോൾ ഇങ്ങനെ ചൂടുള്ള ജലം ഭൂമിയിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഒഴുകാറുണ്ട്. ഇങ്ങനെ ഒഴുകുന്നതാണ് ചൂട് നീരുറവകൾ. ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ ഇവ ധാരാളം കാണാം. ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ ഇതുപോലെ ചൂട് നീരുറവകൾ ഒരുപാടുണ്ട്. മരുഭൂമികളിൽ ജലലഭ്യതയുള്ള ഇടങ്ങളാണ് മരുപ്പച്ചകൾ. എന്താണ് മരുപ്പച്ചകൾ അഥവാ ഒയാസിസ് എന്ന് പറയുന്നത്? മരുഭൂമിയിൽ ജലലഭ്യതയുള്ള ഇടങ്ങളെയാണ് മരുപ്പച്ചകൾ എന്ന് പറയുന്നത്. ഈ മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ചാണ് മരുഭൂമികളിലെ ചെറു ജനവാസ കേന്ദ്രങ്ങൾ നിലവിലുള്ളത്. അവിടെ ജലം ലഭ്യത ഉള്ളത് കൊണ്ട് തന്നെ മരുപ്പച്ച കേന്ദ്രീകരിച്ചാണ് മരുഭൂമിയിൽ ചെറു ജനവാസ കേന്ദ്രങ്ങൾ രൂപം കൊള്ളാറുള്ളത്. ഇനി അക്യൂഫേഴ്സ് മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരറകളാണ് അക്യൂഫറുകൾ. മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും അതുപോലെ പാറയുടെ ഇടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരറകളെ പറയുന്ന പേരാണ് അക്യൂഫറുകൾ. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് കിണറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് നമുക്ക് കിണറിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ കിണറിലൂടെ നമുക്ക് ലഭിക്കുന്ന ശേഖരിക്കപ്പെടുന്ന ജലത്തിന് പറയുന്ന പേരാണ് അക്യൂഫറുകൾ. അക്യൂഫറുകൾ എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കിണറുകൾ പല വിധമുണ്ട്. അപ്പോൾ നമുക്ക് കിണറുകളെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ജലപീഠം ഏറെ താഴ്ചയിലാണെങ്കിൽ കിണർ കുഴിക്കുക എളുപ്പമല്ല. അത്തരം സന്ദർഭങ്ങളിൽ കുഴൽ കിണറാണ് അഭികാമ്യം. ഭൂമിക്കടിയിലേക്ക് യന്ത്രസഹായത്തോടെ പാറ തുരന്നാണ് കുഴൽ കിണർ സ്ഥാപിക്കുന്നത്. ട്യൂബ് വെൽ അഥവാ കുഴൽ കിണർ സ്ഥാപിക്കുന്നത്. ഇപ്പോൾ ഭൂമിക്കടിയിൽ യന്ത്രസഹായത്തോടെ പാറ തുരന്നാണ് നമ്മൾ കുഴൽക്കിണർ സ്ഥാപിക്കുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം. ഇനി കിണറിൻ്റെ അരിപ്പക്കിണറുകൾ. എന്താണ് അരിപ്പക്കിണറുകൾ? മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽക്കിണറുകളെയാണ് അരിപ്പക്കിണറുകൾ എന്നറിയപ്പെടുന്നത്. ഫിൽറ്റർ പോയിൻ്റ് വെൽസ് അഥവാ അരിപ്പക്കിണറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളെയാണ് അരിപ്പക്കിണർ എന്ന് പറയുന്നത്. അടുത്തതാണ് ആർട്ടീഷ്യൻ കിണറുകൾ. ആർട്ടീഷ്യൻ കിണറിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആർട്ടീഷ്യൻ കിണർ. ഇതിങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? പ്രവേശനാതീതയുള്ള ശില, അതേപോലെ പ്രവേശനാതീത ഇല്ലാത്ത ശില, അതുപോലെ ജലപീഠം, ഇതിൻ്റെ ഇടയിൽ കുഴിക്കുമ്പോഴാണ് ഇങ്ങനെ ആർട്ടീഷ്യൻ കിണറുകൾ രൂപം കൊള്ളുന്നത്. ഇനി അത് വിശദീകരിച്ച് പറയണം എന്താണ് ആർട്ടീഷ്യൻ കിണർ എന്നുള്ളത്. പ്രവേശനീയത തീരെ ഇല്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിലായി പ്രവേശനീയത ഏറെയുള്ള ഒരു ശിലാപാളി ഉണ്ടെന്നിരിക്കട്ടെ. ഈ ശിലാപാളിയിലേക്ക് കുഴിച്ചാൽ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉയർന്ന് ഉപരിതലത്തിലെത്തും. അത്തരം കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്നറിയപ്പെടുന്നത്. പ്രവേശനീയത തീരെ ഇല്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിലായി പ്രവേശനീയത ഏറെയുള്ള ഒരു ശിലാപാളി ഉണ്ടാവും. അപ്പോൾ ഈ ശിലാപാളിയിലേക്ക് കുഴിച്ചാൽ അതിലൂടെ ജലം എന്ത് ചെയ്യും? സമ്മർദ്ദം കൊണ്ട് ഉയർന്ന് ഉപരിതലത്തിലെത്തും. അത്തരം കിണറുകളെ പറയുന്ന പേരാണ് ആർട്ടീഷ്യൻ കിണറുകൾ. പ്രവേശനീയത അതീതയിലുള്ള ശിലാപാളിയിലേക്ക് എവിടെയോ ഒരു ഭാഗത്ത് വെള്ളത്തിന് പ്രവേശിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ ജലലഭ്യത. ഇനി ആർട്ടീഷ്യൻ കിണറിൻ്റെ ചരിത്രമാണ് ഈ പറയുന്നത്. ഫ്രാൻസിലെ ആർട്ടോയ്സ് എന്ന സ്ഥലത്താണ് ജലം സമ്മർദ്ദത്താൽ ഉയർന്ന് ഉപരിതലത്തിലെത്തുന്ന തരം കിണറുകൾ ആദ്യമായി പ്രചാരത്തിലായത്. അപ്പോൾ ആർട്ടീഷ്യൻ കിണറുകൾ ആദ്യമായി പ്രചാരത്തിലായത് എവിടെയാണ്? ഫ്രാൻസിലെ ആർട്ടോയ്സ് എന്ന സ്ഥലത്താണ് ഈ ആർട്ടീഷ്യൻ കിണറുകൾ ആദ്യമായി പ്രചാരത്തിലായത്. അതേ തുടർന്ന് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന ഇത്തരം കിണറുകൾക്ക് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ
ഫ്രാൻസിലെ ആർട്ടോയ്സിലാണ് ആദ്യമായിട്ട് ഇതുപോലെ ഒരു കിണറുണ്ടായത്. അപ്പോൾ അത് പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെ അങ്ങനെ ഒരു കിണർ കുത്തിയാലും അതിന് ആർട്ടീഷ്യൻ കിണർ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഫ്രാൻസിലെ ആർട്ടോയ്സ്. എന്താണ് നീരുറവ എന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ മഴക്കാലത്ത് പറമ്പുകളിലും കുന്നിൻ ചെരുവുകളിലുമൊക്കെ ഉറവകൾ രൂപം കൊള്ളുന്നത് കണ്ടിട്ടില്ലേ എന്ന് നമ്മളോട് ചോദിക്കാം. ചില സ്ഥലങ്ങളിൽ ഇത് സ്ഥിരമായി ഉണ്ടാകും, മറ്റിടങ്ങളിൽ അവ മഴക്കാലം കഴിയുന്നതോടെ വറ്റിപ്പോകും. ഇനി നീരുറവ എന്താണ് എന്നുള്ളതാണ് അടുത്തതിൽ പറയുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകും. ഇതാണ് നീരുറവ അഥവാ സ്പ്രിങ്. എന്താണ് നീരുറവ? ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലൂടെ ഒഴുകും. ഇതാണ് നീരുറവ അഥവാ സ്പ്രിങ്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിന് ചൂടുണ്ടായിരിക്കും. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിന് ചൂടുണ്ടായിരിക്കും. ഇത് ചൂട് നീരുറവ അഥവാ ഹോട്ട് സ്പ്രിങ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒഴുകുന്ന നീരുറവക്ക് ചൂടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള നീരുറവകളെ എന്താണ് വിളിക്കുന്നത്? ഹോട്ട് സ്പ്രിങ് അഥവാ ചൂട് നീരുറവ എന്ന് വിളിക്കുന്നു. ഗീസറുകൾ. എന്താണ് ഗീസറുകൾ? ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ. എന്താണ് ഗീസറുകൾ? ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നതാണ് ഗീസറുകൾ. ഒന്നും കൂടി. ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ. അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ ഇതിനൊരു ഉദാഹരണമാണ്. ഗീസറിന് ഉദാഹരണം എവിടെയാണ്? അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുള്ളാണ് ഗീസറിന് ഉദാഹരണം. അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസറിന് ഒരു ഉദാഹരണം ആണ്. ഇനി നമുക്കതിൻ്റെ ഫോട്ടോസ് തന്നിട്ടുണ്ട്. ചൂട് നീരുറവ മണികരൺ, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ മണികരണിലാണ് ചൂട് നീരുറവ ഉള്ളത്. ചൂട് നീരുറവക്കൊരു ഉദാഹരണം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ മണികരണാണ്. പിന്നെ നമ്മൾ ഗീസർ പറഞ്ഞു. യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കാണ് ഗീസറിന് ഒരു ഉദാഹരണം. ഇനി ഇവിടെ കാസർഗോഡ് മേഖലയിലെ സുരംഗ കിണറുകൾ അഥവാ ഹൊറിസോണ്ടൽ വെൽസിനെ കുറിച്ചൊന്ന് പറയുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. അപ്പോൾ സുരംഗ കിണറുകൾ എവിടെയാണ്? കാസർഗോഡ് അതുപോലെ കർണാടകയിലൊക്കെ ആണ് ഈ സുരംഗ കിണറുകൾ പ്രചാരത്തിലുള്ളത്. ഇനി ഇതെന്താണെന്ന് നോക്കാം. കുടിവെള്ള ശേഖരണത്തിനായി കാസർഗോഡ്, ദക്ഷിണ കന്നഡ ജില്ലകളിലുള്ളവർ ഉപയോഗിക്കുന്ന മാർഗമാണ് സുരംഗ കിണറുകൾ. സുരംഗ കിണറുകളുടെ നിർമ്മാണം കുന്നുകളുടെ താഴ്വാരത്തിൽ തിരശ്ചീനമായി ഉള്ളിലേക്ക് തുരന്നാണ് ഇവ നിർമ്മിക്കുന്നത്. കഷ്ടിച്ച് ഒരാൾക്ക് കടക്കാൻ മാത്രം വലിപ്പമുള്ള സുരംഗ അഥവാ തുരങ്ക കിണറുകളിലൂടെ വെള്ളം താനെ പുറത്തേക്ക് ഒഴുകിയെത്തും എന്നത് ഇതിൻ്റെ മേന്മയാണ്. അറേബ്യയിലുണ്ടായിരുന്ന കച്ചവട ബന്ധങ്ങളിലൂടെയാണ് ഈ വിദ്യ ഇവിടെയും എത്തിയതെന്ന് കരുതുന്നു. സുരംഗ കിണറുകൾ പ്രചാരം എവിടെയാണ്? ദക്ഷിണ കന്നഡയിലും കാസർഗോഡുമാണ് സുരംഗ കിണറുകൾക്ക് പ്രചാരം. ഒരാൾക്ക് കഷ്ടിച്ച് കടക്കാൻ മാത്രം വലിപ്പമുള്ള തുരങ്കങ്ങൾ കിണറിലൂടെ വെള്ളം താനെ പുറത്തേക്ക് ഒഴുകിയെത്തും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ചൂട് നീരുറവകളും ഗീസറുകളുടെയും കാര്യം നമ്മൾ പറഞ്ഞു. അതിന് കാരണം എന്താണ് എന്നാണ് നോക്കാനുള്ളത്. ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താണിറങ്ങുന്ന ജലം മാഗ്മയുമായി സമ്പർക്കത്തിലാവുന്നത് കൊണ്ടാണ് ചൂട് നീരുറവകളും ഗീസറുകളും രൂപം കൊള്ളുന്നത്. ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താണിറങ്ങുന്ന ജലം മാഗ്മയുമായി സമ്പർക്കത്തിലാവുന്നത് കൊണ്ടാണ് ചൂട് നീരുറവകളും ഗീസറുകളും രൂപം കൊള്ളുന്നത്. ചൂട് നീരുറവകളും ഗീസറുകളും രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്?
ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താണിറങ്ങുന്ന ജലം മാഗ്മയുമായി സമ്പർക്കത്തിലാവുന്നതുകൊണ്ട് ഇനി തണ്ണീർത്തടങ്ങളാണ്. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. എന്താണ് തണ്ണീർത്തടങ്ങൾ? ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ എന്നിവ തുടങ്ങി എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ തണ്ണീർത്തട വിഭാഗത്തിൽ പെടുന്നു. ഒന്നുകൂടി, എന്താണ് തണ്ണീർത്തടം? ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. അതിൻ്റെ ഉദാഹരണങ്ങളാണ് വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും. ഇവിടങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന ജലമാണ് ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാവുന്നത്. തണ്ണീർത്തടങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന ജലമാണ് ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകുന്നത്. അതുകൊണ്ട് തന്നെ തണ്ണീർത്തടങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളായ തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോൾ പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. അപ്പോൾ അവ നികത്തിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? കിണറുകളിൽ ജലനിരപ്പ് താഴും. അതുപോലെ ചെറിയ മഴയിൽ പോലും നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അതാണ് തണ്ണീർത്തടങ്ങൾ നികത്തിയാലുള്ള പ്രശ്നം. ഇനി തണ്ണീർത്തടത്തിനെ കുറിച്ചുള്ള ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ജലദിനം നമ്മൾ പറഞ്ഞു മാർച്ച് 22 അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി 2 എന്താണ്? ലോക തണ്ണീർത്തട ദിനമാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഇനി ഇവിടെ ജലത്തിൻ്റെ ഉപഭോഗം എന്ന് പറഞ്ഞാൽ കുറച്ച് ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ഒന്നും നോക്കാമല്ല, കൂടുതൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റൊന്നുമില്ല. നല്ല രീതിയിൽ ജലം ഉപയോഗിക്കണം എന്നാണ്. ഇനി തുള്ളി കുടിപ്പാനില്ലത്രേ ജലവിഭവം നേരിടുന്ന ഭീഷണികൾ. ഭൂമിയിൽ ശുദ്ധജലം തീരെ കുറവാണ്. ലഭ്യമായ ശുദ്ധജല സ്രോതസ്സുകൾ പോലും പലയിടത്തും ഇന്ന് വറ്റി വരണ്ട് തുടങ്ങിയിരിക്കുന്നു. ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ അളവ് സ്ഥിരമാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ആളോഹരി ലഭ്യത കുറയുന്നു. ജലത്തിൻ്റെ ഉപഭോഗം വർദ്ധിച്ചത് ജലലഭ്യതയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ദൗർബല്യം ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത്, അതായത് ഉപയോഗം കൂടി, ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ ഉപയോഗം കൂടി. ജലത്തിൻ്റെ അളവ് സ്ഥിരമായതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ ഉപയോഗം കൂടി. അത് ജലലഭ്യതയെ ബാധിക്കുന്നുണ്ട്. ഇനി ജലത്തിനും ATM എന്നുള്ളതാണ്, വെള്ളത്തിനും ATM. കർണാടകത്തിലെ കനകപുരിയിലാണ് വെള്ളത്തിനും ATM ഏർപ്പെടുത്തിയത്. അപ്പോൾ വെള്ളത്തിന് ATM ഏർപ്പെടുത്തിയത് എവിടെയാണ്? കർണാടകയിലെ കനകപുരയിലാണ്. കർണാടകത്തിലെ കനകപുരയിലാണ് വെള്ളത്തിന് ATM ഏർപ്പെടുത്തിയത്. എന്താണ് കാരണം? വരൾച്ചയെ തുടർന്ന് ഭൂഗർഭജല ലഭ്യത കുറഞ്ഞതാണ് 33 കേന്ദ്രങ്ങളിലായി ഈ സൗകര്യം സജ്ജമാക്കാൻ കാരണം. വരൾച്ചയെ തുടർന്ന് ഭൂഗർഭജല ലഭ്യത കുറഞ്ഞത് മൂലം 33 ഇടങ്ങളിലായിട്ട് കർണാടകയിൽ ജല ATMകൾ അല്ലെങ്കിൽ വെള്ള ATMകൾ ലഭ്യമാക്കി. അപ്പോൾ ഇവിടെ തുടങ്ങിയത് എവിടെയാണ്? കർണാടകയിലെ കനകപുരിയിലാണ് ജല ATM അഥവാ വെള്ളത്തിനുള്ള ATM തുടങ്ങുന്നത്. അതിനുശേഷം രാജസ്ഥാനിലും ഡൽഹിയിലും മുംബൈയിലൊക്കെ ഈ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. അപ്പോൾ ആദ്യം കർണാടകയിലെ കനകപുരിയിലാണ് ജല ATM വെള്ളത്തിനുള്ള ATM വന്നത്. അതിനുശേഷം രാജസ്ഥാൻ, ഡൽഹി, മുംബൈ എന്നീ നഗരങ്ങളിലും ഇത് വന്നു. ജല ദൗർബല്യം കാരണമാണ് ജല ATMകൾ വരാൻ കാരണം. ഇനി ജലമലിനീകരണത്തിന് എങ്ങനെയൊക്കെയെന്നുള്ളത് ഫോട്ടോസ് ഉണ്ട്. ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ്, മാലിന്യങ്ങൾ തള്ളുന്നത്, അതുപോലെ കുളിക്കുന്നത്, വാഹനം കഴുകുന്നതൊക്കെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിദിനം 20 ലക്ഷം ടൺ മാലിന്യങ്ങളാണ് ലോകമൊട്ടാകെ ജലത്തിലേക്ക് തള്ളുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭീകരമായ അവസ്ഥ നമ്മളെ കാണിക്കുകയാണ്. മാലിന്യങ്ങൾ എത്ര നദികളിലേക്ക് അല്ലെങ്കിൽ ജലത്തിലേക്ക് തള്ളുന്നു എന്നുള്ളത്. ഇനി ചിത്രങ്ങൾ നമ്മൾ കണ്ടു, ജലം മലിനമാകുന്ന അവസ്ഥകൾ കണ്ടു. ജലത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായ മാറ്റമാണ് ജലമലിനീകരണം. എന്താണ് ജലമലിനീകരണം? ജലത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും അതുപോലെ തന്നെ ജൈവപരമായ സവിശേഷതകളിലും
വരുന്ന ഹാനികരമായ മാറ്റമാണ് ജലമലിനീകരണം. ആധുനിക ലോകം നേരിടുന്ന ഗൗരവമേറിയ പ്രശ്നമാണ് ജലമലിനീകരണം. ജലത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളിലും വരുന്ന ഹാനികരമായ മാറ്റമാണ് ജലമലിനീകരണം. മിക്ക രാജ്യങ്ങളിലും ഇന്ന് ദേശീയ പ്രാധാന്യമുള്ള വിഷയമായി ജലമലിനീകരണം മാറിക്കഴിഞ്ഞു. ജലമലിനീകരണം നിയന്ത്രിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് നിയമം നിലവിലുണ്ട്. ഇന്ത്യയിലപ്പോൾ ജലമലിനീകരണം നിയന്ത്രിക്കാൻ നിയമങ്ങളുണ്ട്. അതെന്താണ്? ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം. ഇന്ത്യയിൽ ജലമലിനീകരണം തടയാനുള്ള നിയമം ഏതാണ്? ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമമാണ് ഇന്ത്യയിൽ ജലമലിനീകരണം തടയാനുള്ള നിയമം. ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്? ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ: ജലമലിനീകരണം ശുദ്ധജല ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണ്? ശുദ്ധജല ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കും. അതുപോലെ തന്നെ എന്തൊക്കെയുണ്ട്? മണ്ണ്, വായു എന്നിവയുടെ മലിനീകരണത്തിലേക്കും നയിക്കും. അപ്പോൾ ജലമലിനീകരണം മണ്ണ്, വായു എന്നിവയുടെ മലിനീകരണത്തിലേക്ക് നയിക്കും. അതുപോലെ ശുദ്ധജല ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കും. ഇവിടെ കോളത്തിൽ പിന്നെ സ്കൂളിലെ കുടിവെള്ള ശബ്ദം ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അവിടെ ഒന്നും നോട്ട് ചെയ്യേണ്ട പോയിന്റുകളില്ല. ഈ ജലസംരക്ഷണം എങ്ങനെയെന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. അവിടെയും പ്രധാനപ്പെട്ട പോയിന്റുകളൊന്നുമില്ല. ഇനി വർഷം തോറും 300 സെൻറ്റിമീറ്ററിലധികം മഴ ലഭിക്കുന്ന കേരളത്തിൽ വേനൽക്കാലത്ത് ശുദ്ധജല ക്ഷാമം രൂക്ഷമാണ്. അപ്പോൾ കേരളത്തിൽ വാർഷികമായ എത്രയാണ്? ഏകദേശം 300 സെൻറ്റിമീറ്ററാണ് കേരളത്തിലെ വാർഷിക മഴ. ഏകദേശം 300 സെൻറ്റിമീറ്ററാണ്. ഇനി മഴവെള്ളം ശേഖരിക്കുന്ന മെത്തേഡുകളെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. മേൽക്കൂര മഴവെള്ള സംഭരണവും ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണവും. ഇനി ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്ത സാഹചര്യത്തിൽ മഴവെള്ളം ഏറ്റവും ശുദ്ധമായ ജലമാണ്. കേരളത്തിൽ മാത്രം ഏതാണ്ട് 120 ഘന കിലോമീറ്റർ ജലമാണ് ഒരു വർഷം മഴയായി ലഭിക്കുന്നത്. കേരളത്തിൽ ഒരു വർഷം 120 ഘന കിലോമീറ്റർ ജലമാണ് മഴയായിട്ട് ലഭിക്കുന്നത്. കേരളത്തിൽ നല്ല മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം ഇവിടെ നിൽക്കുന്നില്ല. അതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് ചെരിഞ്ഞാണ് കേരളത്തിൻ്റെ കിടപ്പ്. കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് കേരളത്തിൻ്റെ കിടപ്പ്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നം? ലഭിക്കുന്ന മഴയുടെ 70% ഇതുമൂലം വളരെ വേഗത്തിൽ കടലിലേക്ക് ഒഴുകിപ്പോകുന്നു. കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് ചെരിഞ്ഞാണ് കേരളത്തിൻ്റെ കിടപ്പ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന മഴയുടെ 70% വളരെ വേഗം കടലിലേക്ക് ഒഴുകി പോകുന്നു. ഈ മഴവെള്ളത്തെ മണ്ണിൽ താഴ്ത്താൻ പ്രകൃതി ഒരുക്കിയ സംവിധാനങ്ങളാണ് വനങ്ങൾ, കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കാവുകൾ എന്നിവ. അപ്പോൾ ഇങ്ങനെ ചെരിഞ്ഞ പ്രകൃതമായതുകൊണ്ട് തന്നെ ഈ മഴയെ തടഞ്ഞു നിർത്താൻ പ്രകൃതി ഒരുക്കിയ സംവിധാനങ്ങളാണ് നമ്മൾ പറഞ്ഞ വനങ്ങൾ, കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കാവുകൾ എന്നിവ. പക്ഷേ മനുഷ്യന്മാർ ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അശാസ്ത്രീയമായ ഇടപെടൽ മൂലം ഈ സ്വാഭാവിക സംവിധാനങ്ങൾ ഇല്ലാതാകുന്നു. ഇനി നമ്മൾ മഴവെള്ളം സംഭരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെ പറഞ്ഞു? മേൽക്കൂര മഴവെള്ള സംഭരണം, ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണം. മേൽക്കൂര മഴവെള്ള സംഭരണം എന്താണ്? കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ളം സംഭരണികളിൽ ശേഖരിക്കുകയോ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഇറക്കിവിട്ട് ഭൂഗർഭജല വിതാനം ഉയർത്തുകയോ ചെയ്യാം. കെട്ടിടങ്ങളിൽ മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ളം സംഭരണികൾ ശേഖരിക്കും, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടിട്ട് ഭൂഗർഭ ജലവിതാനം ഉയർത്തുകയോ ചെയ്യാം. അടുത്തത് ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണമാണ്. അതെങ്ങനെയാണ് ചെയ്യുക? മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകി പോകാതെ മണ്ണിനടിയിലേക്ക് താഴ്ത്താനും ശേഖരിക്കാനും ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. എന്തൊക്കെയാണത്? തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, വനങ്ങൾ നട്ടു വളർത്തുക. ഇവ ചെയ്താൽ ഉപരിതല നീരൊഴുക്ക് സംഭരണം സാധ്യമാകും. പിന്നെ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണം സാധ്യമാകാൻ എന്തൊക്കെ ചെയ്യണം? തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടു വളർത്തുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം.
വെള്ളത്തിൻ്റെ പുനഃചംക്രമണം. അടുക്കളയിലെ ഉപയോഗത്തിന് ശേഷം പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം അടുക്കളത്തോട്ടത്തിലെ വിളകൾക്ക് നനയ്ക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ വെള്ളം വീണ്ടും എങ്ങനെ പുനഃചംക്രമണം ചെയ്യുക എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ അടുക്കളയിൽ ഉപയോഗിക്കുന്ന വെള്ളം. അതിനുശേഷം നമുക്ക് പച്ചക്കറികളൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കാം, പച്ചക്കറികളും ചെടികളും നനയ്ക്കാൻ ഉപയോഗിക്കാം എന്നുള്ളത്. അതേപോലെ കുടിവെള്ളം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാം. ഇനി താഴെ തന്നിരിക്കുന്ന സൂചനകൾ ചർച്ചകൾക്ക് സഹായമാകും. ഇനി ഇവിടെ ജലം അമൂല്യമാണ്, സംരക്ഷിക്കൂ, അത് നമ്മുടെ നാളെകൾ ജലസമൃദ്ധമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഈ മൊഡ്യൂളിൽ ഒരു ചാപ്റ്ററും കൂടി നമുക്ക് പഠിക്കാനുണ്ട് അവസാനമായിട്ട്. ആ ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.